ഹലോ, ഹയർ സെക്കൻഡറി +1 കോഴ്സുകളെക്കുറിച്ച് പരിചയപ്പെടാം. ഇപ്പോൾ SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനി മഹാഭൂരിഭാഗം വരുന്ന വിദ്യാർത്ഥികളും +1 കോഴ്സുകൾ കാത്തിരിക്കുകയാണ്. +1 കോഴ്സുകൾ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ഹയർ സെക്കൻഡറിയിലെ പ്രധാനപ്പെട്ട കോഴ്സുകളെക്കുറിച്ച്, സബ്ജക്റ്റുകളെക്കുറിച്ച്, കോഴ്സ് കോമ്പിനേഷനുകളെക്കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഏതൊരു വിദ്യാർത്ഥിക്കും കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത്. www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയാൽ ഏതൊരു വിദ്യാർത്ഥിക്കും വളരെ ലളിതമായി ഹയർ സെക്കൻഡറി കോഴ്സുകളെക്കുറിച്ച്, പ്രത്യേകിച്ചും സബ്ജക്റ്റുകളെക്കുറിച്ച്, സബ്ജക്റ്റ് കോമ്പിനേഷനുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായും ഹയർ സെക്കൻഡറിയിൽ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ വലതുഭാഗത്ത് കുറേ ലിങ്കുകൾ നിങ്ങൾക്ക് കാണാം. അതിൽ ആദ്യം നമുക്ക് സ്കൂൾ ലിസ്റ്റ് എന്ന ഭാഗം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ കൺസേൺ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് നിങ്ങളുടെ ജില്ലയിൽ വരുന്ന +1 കോഴ്സുകളുള്ള അഥവാ ഹയർ സെക്കൻഡറിയിലുള്ള എല്ലാ സ്കൂളുകളുടെയും ലിസ്റ്റ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. വളരെ വ്യക്തമായി തന്നെ വിദ്യാർത്ഥികൾക്ക് ഓരോ സ്കൂളിൻ്റെയും ബന്ധപ്പെട്ട നമ്പറുകൾ ഉൾപ്പെടെ അതിൻ്റെ ആ സ്കൂൾ ഗവൺമെൻറ് ആണോ എയ്ഡഡ് ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഏത് വിദ്യാഭ്യാസ ജില്ലയിലാണ് ആ സ്കൂളുള്ളത്, ഓരോ സ്കൂളിലും ഉള്ള പ്രധാനപ്പെട്ട കോഴ്സ് കോഡുകൾ ഏതൊക്കെയാണ്, കോമ്പിനേഷൻ കോഡുകൾ ഏതൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് അതത് ജില്ലാ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് സ്കൂൾ കോഡും മറ്റൊന്ന് കോമ്പിനേഷൻ കോഡും. സ്കൂൾ കോഡ് ഓരോ സ്കൂളിനും, ഹയർ സെക്കൻഡറി ഉള്ള ഓരോ സ്കൂളിനും പ്രത്യേകം കോഡ് തന്നെ വിദ്യാർത്ഥികൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ ഭാഗത്ത് 1ാമത്തെ കോളത്തിൽ കാണുന്ന സ്കൂൾ കോഡ് 5 അക്കമുള്ള സ്കൂൾ കോഡാണ്. ആ സ്കൂൾ കോഡ് പരിശോധിക്കുക. അതോടൊപ്പം തന്നെ ആ സ്കൂളിലുള്ള +1 ഏതെല്ലാം കോഴ്സുകളാണ്, കോഴ്സ് കോമ്പിനേഷനുകളാണ് ഉള്ളത് എന്ന് പരിശോധിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും പ്രധാനമായും നമുക്ക് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ജില്ലയിലെ സ്കൂളുകളുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട +1 കോഴ്സുകൾ നിലവിലുള്ള സ്കൂളുകളുടെ ലിസ്റ്റാണ്. 173 സ്കൂളുകളാണ് നമുക്ക് മലപ്പുറം ജില്ല സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ലഭ്യമാകുന്നത്. ഇതിൽ ഓരോന്നും നോക്കാം. 1ാമത്തെ കോളം സീരിയൽ നമ്പർ, 2ാമത്തെ കോളം സ്കൂൾ കോഡ്, 3ാമത്തെ കോളം സ്കൂളിൻ്റെ പേരാണ്. അവിടെ 4ാമത്തെ കോളം സ്കൂൾ ജെൻഡർ. സ്കൂൾ ജെൻഡർ എന്ന് പറയുന്നത് G എന്ന് പറയുന്നത് ഗേൾസ് സ്കൂൾ മാത്രമാണ്. M എന്ന് പറയുന്നത് മിക്സഡ് സ്കൂളാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഗേൾസും ഉണ്ടാവും ബോയ്സും ഉണ്ടാവും. മിക്സഡ് സ്കൂളാണ്. തൊട്ടടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടത് കോഴ്സ് കോഡുകളാണ്. ഓരോ കോഴ്സുകൾക്കും ഇപ്പോൾ പ്രധാനമായിട്ടും 3 വിഷയങ്ങളാണ് ഹയർ സെക്കൻഡറിയിലുള്ളത്. ഒന്ന് സയൻസ്, 2ാമത്തേത് ഹ്യൂമാനിറ്റീസ്, 3ാമത്തേത് കൊമേഴ്സ്. അതിൽ ഓരോ സ്കൂളുകൾക്കും ഓരോ കോഴ്സുകൾക്കും ഇപ്പോൾ സയൻസിൽ തന്നെ വിവിധ കോഴ്സുകളുണ്ട്, വിവിധ കോഴ്സ് കോമ്പിനേഷനുകളുണ്ട്, അതിന് പ്രത്യേക കോഡുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റീസിന് വ്യത്യസ്ത കോഴ്സ് കോഡുകളുണ്ട്, അത് പ്രത്യേകം മനസ്സിലാക്കണം. കൊമേഴ്സിനും അതുപോലെ തന്നെയാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തതാണ് സെക്കൻഡ് ലാംഗ്വേജ്. മറ്റൊന്ന് കോഡ് നമ്മൾ പരിശോധിക്കേണ്ടതാണ് സെക്കൻഡ് ലാംഗ്വേജ്. ഇവിടെ സെക്കൻഡ് ലാംഗ്വേജിൽ 1ാമത്തെ കോഡ് എന്ന് പറയുന്നത് മലയാളവും, 2ാമത്തെ കോഡ് എന്ന് പറയുന്നത് ഹിന്ദിയും, 3ാമത്തെ കോഡ് എന്ന് പറയുന്നത് അറബിയും, 6ാമത്തെ കോഡ് എന്ന് പറയുന്നത് ഉറുദുവുമാണ്. അതിൽ എല്ലാ സ്കൂളുകളിലും പൊതുവേ നമുക്ക് കാണുന്നത് ഹയർ സെക്കൻഡറി തലത്തിൽ കാണുന്നത് മലയാളം, അറബി, ഹിന്ദി, ഇതാണ് ഈ മൂന്നുമാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ സംസ്കൃതവും അതോടൊപ്പം തന്നെ ഉറുദുവും നമുക്ക് വളരെ കുറച്ച് ചില സ്കൂളുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കോഡുകളും നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ സ്കൂളുകൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ജില്ല കൊടുത്തു കഴിഞ്ഞാൽ ഇത് മലപ്പുറമാണ്. മലപ്പുറം അടിച്ചു കഴിഞ്ഞാൽ അവിടെ മലപ്പുറം ജില്ലയിലുള്ള വിവിധ സ്കൂളുകളുടെ ലിസ്റ്റ് വരും. എന്നാൽ അതിന് മറ്റ് ജില്ലകൾ, ഇപ്പോൾ കോഴിക്കോട് കൊടുക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്കൂളുകളുടെ ലിസ്റ്റ് അവിടെ കാണുന്നത്. അങ്ങനെ സ്കൂൾ ലിസ്റ്റ് ആദ്യം പരിശോധിച്ച് ഏതെല്ലാം സ്കൂളുകളിലേക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ വിലയിരുത്തി വെക്കേണ്ടതാണ്. സ്കൂളുകളുടെ കോഡ് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ്. തൊട്ടടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്, ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ
കോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഏതെല്ലാം കോഴ്സുകളാണ് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നിങ്ങനെ 3 വിഷയങ്ങളാണ് ഹയർ സെക്കൻഡറിയിലുള്ളത്. പക്ഷേ ഈ വിഷയങ്ങളിൽ മൊത്തത്തിൽ 46 വിഷയ കോമ്പിനേഷനുകളാണ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നത്. ഇതിലേതെങ്കിലും ഒരു കോമ്പിനേഷനാണ് വിദ്യാർത്ഥി സ്കൂളിൽ പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഏത് കോമ്പിനേഷനുകളിലേക്കാണ് നമ്മൾ പ്രവേശനം എടുക്കേണ്ടത് എന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ കോമ്പിനേഷനും ഓരോ കോഡാണ്. ഹയർ സെക്കൻഡറിയിൽ മൊത്തം 46 വിഷയ കോമ്പിനേഷനുകളുണ്ട്. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കോഴ്സ് കോഡ് എന്ന് പറയും. ഒന്നാമത്തെ കോഡ് മുതൽ 9ാമത്തെ കോഡ് വരെ സയൻസ് വിഷയങ്ങളും 10ാമത്തെ കോഡ് മുതൽ 46ാമത്തെ കോഡ് വരെയുള്ളത് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളാണ്. ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷനുകൾ ഉള്ളത് ഹ്യൂമാനിറ്റീസ് വിഷയത്തിനാണ്. അത് കഴിഞ്ഞാൽ സയൻസ് വിഷയത്തിനും പിന്നീട് കൊമേഴ്സ് വിഷയത്തിനുമാണ്. ഏത് കോമ്പിനേഷനാണ് വിദ്യാർത്ഥികൾ എടുക്കേണ്ടത്? എല്ലാ സ്കൂളിലും എല്ലാ കോമ്പിനേഷനുകളും ലഭ്യമല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏത് കോമ്പിനേഷനുകളാണ്, ഏത് കോഴ്സിൽ ഏത് കോമ്പിനേഷനാണ്. ഇപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 9 വിഷയ കോമ്പിനേഷനുകളുണ്ട്. അതിൽ ഏതാണ് എടുക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇപ്പോൾ കോഴ്സ് കോഡ് 1 എന്ന് പറയുന്നത് സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആണ്. അങ്ങനെ ഓരോന്നും. തൊട്ടടുത്ത് 11 പറയുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി. ഇതിൽ ഏത് കോഴ്സ് കോമ്പിനേഷനുകളാണ് വിദ്യാർത്ഥികൾ എടുക്കേണ്ടത് എന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് കോഴ്സ് കോഡ് 36 എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്. അത് കൊമേഴ്സിലെ കോമ്പിനേഷനാണ്. അങ്ങനെ വിവിധ കോമ്പിനേഷനുകളുണ്ട്. ഏതെല്ലാം കോമ്പിനേഷനുകൾ ഏതെല്ലാം സ്കൂളുകളിലാണ് ഉള്ളത് എന്ന് വെബ്സൈറ്റിലൂടെ, ഞാൻ ഈ കാണിച്ചിട്ടുള്ള വെബ്സൈറ്റിലൂടെ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ പരിശോധിച്ച് മനസ്സിലാക്കി വെക്കണമെന്ന് അറിയിക്കുന്നു. അപേക്ഷാ സമർപ്പണം വളരെ പ്രധാനമാണ്. വിദ്യാർത്ഥികൾക്ക് SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് മെയ് 14 തീയതി മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. വളരെ ലളിതമായ രീതിയിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വന്തമായി തന്നെ അപേക്ഷ നൽകാം. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേ മുഖേന, അക്ഷയ സെൻറ്റർ മുഖേനയും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഏത് കോഴ്സിനാണ് പഠിക്കേണ്ടത് എന്ന് വിദ്യാർത്ഥികൾ നേരത്തെ തീരുമാനിക്കണം. സയൻസ് മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് സയൻസ് എടുക്കേണ്ടത്. ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും അതിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ലാത്ത ഒരു കോഴ്സ് കോമ്പിനേഷനുകളോ കോഴ്സുകളോ സബ്ജക്റ്റുകളോ ഒരു വിദ്യാർത്ഥിയും തിരഞ്ഞെടുത്ത് +1 പഠിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. SSLCക്ക് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തറയാണ്, ഒരു ഫൗണ്ടേഷനാണ് യഥാർത്ഥത്തിൽ ഹയർ സെക്കൻഡറി. ഭാവിയിൽ നിങ്ങൾ ഏത് മേഖലയിലേക്ക് പോകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്, ഏത് തൊഴിൽ തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമാണ്. ഏതായാലും ഓൺലൈൻ സംവിധാനമായതുകൊണ്ട് ഏതൊരാൾക്കും സ്വന്തം വിരൽത്തുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ്. തെറ്റായ അപേക്ഷ സമർപ്പിക്കുന്നവരുടെ അപേക്ഷ ഒരു കാരണവശാലും സർക്കാർ പരിഗണിക്കുകയില്ല. ആയതുകൊണ്ട് കൃത്യസമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാൻ ഓരോ വിദ്യാർത്ഥിയും തയ്യാറാവണമെന്ന് അറിയിക്കുന്നു.